വേരിയബിൾസിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ആഫ്റ്റർ ദ ലിറ്ററേച്ചർ റിവ്യൂ വി വിൽ ബി ഇൻ എ പൊസിഷൻ ടു ഐഡന്റിഫൈ വേരിയസ് വേരിയബിൾസ്. ഞാൻ ആ പർപ്പസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ നമ്മുടെ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നതിന്റെ ഒരു പർപ്പസ് തന്നെ അതാണ്, വേരിയബിൾസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ we will be in a position to identify various variables to be explored or to be used in this study. So we have to know what is a variable. Simply, what is a variable? എന്താണ് വേരിയബിൾ എന്ന് പറയുന്നത്? നമ്മൾ ബികോമിന് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു തുടങ്ങിയ സമയം തൊട്ടേ പറയുന്നതാണ് അല്ലെ. എന്താണ് വേരിയബിൾ എന്നുള്ളത്? എ വേരിയബിൾ ഇസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ടേക്ക് ഓൺ ഡിഫറെന്റ് ഓർ വേരിയിങ് വാല്യൂസ്. സോ വേരിയബിൾ ഇസ് എനിത്തിങ് ദാറ്റ് ക്യാൻ ടേക്ക് ഓൺ differing or varying values. The value can differ at various times for the same object or person, or at the same time for different objects or persons. നമുക്കറിയാം, വെയിറ്റ് നമുക്ക് ഓരോ പ്രായത്തിലും ഉണ്ടായിരുന്ന വെയിറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ വരുന്നതിന് മുമ്പ് പലരുടെയും വെയിറ്റ് വളരെ കുറവായിരുന്നു. ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ലോക്ക്ഡൌണിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഉണ്ടായെന്നാണ്. പക്ഷേ ആളുകളുടെയൊക്കെ വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. പക്ഷേ സ്ഥാപനങ്ങളുടെയൊക്കെ സെയിൽസ് കുറഞ്ഞു എന്ന് പറയുന്നു. നമുക്ക് ഈ ഓൺലൈൻ ടീച്ചിങ്ങിലൂടെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വേരിയബിൾസ് ആണ്. വെയിറ്റ്, സെയിൽസ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ദീസ് ആർ ഓൾ വേരിയബിൾസ്. കാരണം ഇതിന്റെ വാല്യൂ ഓരോ സമയത്ത് വേരി ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മേജർ ടൈപ്സ് ഓഫ് വേരിയബിൾസ്, കുറച്ച് വേരിയബിൾസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ. മേജർ ടൈപ്സ് ഓഫ് വേരിയബിൾസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും പെട്ടെന്നൊന്ന് ബ്രഷപ്പ് ചെയ്ത് അങ്ങ് പോകാം നമുക്ക്. ഡിപ്പെൻഡന്റ് വേരിയബിൾ. എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്? വേരിയബിൾ ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ വേരിയബിൾസ് ഇസ് നോൺ ആസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓർ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ദ ഇഫക്റ്റ് വേരിയബിൾ. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ പറയത്തില്ലേ, ഇപ്പൊ നോർമലി ഏറ്റവും ഫണ്ടമെന്റൽ ലെവലിൽ നിന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സാമ്പിള്, ഒരു സ്ഥാപനത്തിന്റെ സെയിൽസ് കഴിഞ്ഞ 5 വർഷമായിട്ട് കുറയുന്നു, ആൻഡ് യു ആർ അപ്പോയിന്റഡ് ഫോർ മേക്കിംഗ് ആൻ എൻക്വയറി റിഗാർഡിംഗ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദ റീസൺ ഫോർ ഡിക്ലൈൻ ഇൻ ദ വോളിയം ഓഫ് സെയിൽസ്. വോളിയം ഓഫ് സെയിൽസ് കുറഞ്ഞത് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നു. അപ്പൊ നിങ്ങൾ ഉടനെ എന്താ ചെയ്യുന്നത്? സെയിൽസ് കുറഞ്ഞത് എന്താണെന്നാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. സെയിൽസ് കുറഞ്ഞു എന്നുള്ളതാണ് ഇഫക്റ്റ്. സെയിൽസ് കുറയാൻ കാരണം മറ്റേതൊക്കെയോ വേരിയബിൾസ് അതിന് മേളിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ സെയിൽസിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. എ വേരിയബിൾ ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ വേരിയബിൾ, ഓർ എ വേരിയബിൾ ദാറ്റ് ഇസ് റിഗാർഡഡ് ആസ് ദ ഇഫക്റ്റ് വേരിയബിൾ, ദാറ്റ് ഇസ് നോൺ ആസ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. The second one is independent variable. It is the one that directly influences the dependent variable, either in a positive or in a negative way. Direct ആയിട്ട് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾ, അതായത് ഡിപ്പെൻഡന്റ് വേരിയബിളിലെ ചേഞ്ചിന് കാരണമായി തീരുന്ന വേരിയബിൾ, ഓർ അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം? ഇറ്റ് ഇസ് റിഗാർഡഡ് ആസ് ദ കോസ്റ്റ് വേരിയബിൾ. സോ അഡ്വർടൈസ്മെന്റ് കുറഞ്ഞതാണ് സെയിൽസ് കുറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, decline in the volume of advertising is the main cause for decline in the volume of sales എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നു, അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നു. അപ്പോൾ അതാണ് കോസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. കോസ്റ്റ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, so it is the variable that directly influences the dependent variable, or it is the cost variable. That influence may be positive influence or negative influence. And the third thing is moderating variable. Moderating variable. The relationship between dependent and independent variables may be modified by some other variable in a positive direction or negative direction. ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വേറെ ഒരു തേർഡ് വേരിയബിളിന് വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം, പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. A variable that modifies the relationship in a positive direction is called moderating variable. Dependent variable, independent variable തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ, ആ റിലേഷൻഷിപ്പിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മോഡറേറ്റിംഗ് വേരിയബിൾ എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ വർക്ക് ഇഫക്റ്റീവ്നെസ് ഓഫ് എംപ്ലോയീസ്, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിക്കുകയാണ്. ട്രെയിനിങ് പ്രോഗ്രാംസ് വർക്ക് ഇഫക്റ്റീവ്നെസ് ഓഫ് എംപ്ലോയീസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു. സോ നമ്മൾ പഠിക്കുന്നത് വർക്ക് ഇഫക്റ്റീവ്നെസ് ഓഫ് എംപ്ലോയീസ് ആണ്, ദാറ്റ് ഇസ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഇൻഫ്ലുവൻസ് ആണ് പഠിക്കുന്നത്, സോ ട്രെയിനിങ് പ്രോഗ്രാം ഇസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ.
അവിടെ വില്ലിംഗ്നെസ് ഓഫ് എംപ്ലോയീസ് ടു ലേൺ ആൻഡ് അഡോപ്റ്റ് ന്യൂ മെത്തേഡ്സ് ഓഫ് വർക്ക്. എംപ്ലോയീസ് എത്രത്തോളം വില്ലിംഗ് ആണ്, അവരുടെ വില്ലിംഗ്നെസ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റിംഗ് വേരിയബിൾ ആണ്. കാരണം അവർ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്, ട്രെയിനിങ്ങിൽ അവർ അറ്റൻഡ് ചെയ്യുകയും വർക്ക് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കൂടുകയും ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് മോഡറേറ്റിംഗ് വേരിയബിൾ. Then the next one is intervening variable. Intervening variable. This is just opposite to the moderating variable. It is the variable that modifies the relationship between dependent variable and independent variable in a negative direction. അവിടെ ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മോഡിഫൈ ചെയ്യാണ്, പക്ഷേ ദാറ്റ് ഇസ് ഇൻ എ നെഗറ്റീവ് ഡയറക്ഷൻ, ഓർ ഇറ്റ് റെഡ്യൂസസ് ദ ഇമ്പാക്ട് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഓൺ ഡിപെൻഡന്റ് വേരിയബിൾ. ദാറ്റ് ഇസ് ദ ഇന്റർവീനിങ് വേരിയബിൾ. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ വേണമെങ്കിൽ ഏജ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ഇന്റർവീനിങ് വേരിയബിൾ ആകാം. കാരണം ഏജ് കൂടുന്തോറും ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാനും അത് കഴിഞ്ഞതിന് ശേഷം അത് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതിന് തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പൊ പിന്നെ ട്രെയിനിങ് വഴിയായിട്ട് വർക്ക് ഇഫക്റ്റീവ്നെസ് കൂടുക എന്ന് പറയുന്നത് പോസിബിൾ ആകത്തില്ല. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഇന്റർവീനിങ് വേരിയബിൾ. Then comes the extraneous variables. The researcher may come across some variables which have no impact on the problem and which are therefore irrelevant to the study are termed as extraneous variables. ഇപ്പോൾ റിസർച്ചിൽ തന്നെ നമ്മൾ കാണുകയാണ് ഈ വേരിയബിളിനെ, പക്ഷേ അവിടെ ആക്ച്വലി നമ്മുടെ സ്റ്റഡിക്ക് റിലവൻ്റ് അല്ലാതെ വരുന്ന കുറേയധികം വേരിയബിൾസ് ഉണ്ട്. അതിനെയാണ് എക്സ്ട്രീനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ചോദ്യമൊക്കെ ഇടുന്ന സമയത്ത് ചോദ്യകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക്, അധ്യാപകർക്ക് സാധാരണഗതിയിൽ ചില പുതിയ ടേം ഒക്കെ കേൾക്കുമ്പോൾ അത് ചോദ്യമായിട്ട് ഇടണമെന്ന് തോന്നുവേ. അപ്പൊ അതുകൊണ്ട് തന്നെ സമീപകാലത്തായിട്ട് കണ്ട ഒന്ന് രണ്ട് ടെർമിനോളജീസും കൂടെ അത് പ്രസന്റേഷനിൽ ഇല്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേക്കാം. ഡൈക്കോട്ടമസ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ കുറിച്ച് പറയുന്നു. ഡൈക്കോട്ടമസ് വേരിയബിൾ, ഡൈക്കോട്ടമി നിങ്ങൾക്ക് അറിയാം അല്ലെ, ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡൈക്കോട്ടമസ് വേരിയബിൾ? Dichotomous variable is a variable that calls for only two attributes at a time or only two values. നമ്മളൊരു വേരിയബിളിനെ സംബന്ധിക്കുന്ന കാര്യം എൻക്വയർ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് രണ്ട് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് ഒരു സമയത്ത് വരുന്ന, അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് മാത്രം അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയി മാറാമെന്നുണ്ടെങ്കിൽ അത് ഡൈക്കോട്ടമസ് വേരിയബിൾ എന്ന് പറയാം. ഇപ്പൊ സമീപകാലം വരെ ട്രാൻസ്ജെൻഡർ പോളിസി ഒക്കെ വരുന്നതിന് മുൻപ് വരെ ജെൻഡർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ജെൻഡർ ഇസ് എ വേരിയബിൾ, അതിന് രണ്ട് ആട്രിബ്യൂട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വൺ ഇസ് മെയിൽ ആൻഡ് അതർ വൺ ഇസ് ഫീമെയിൽ. സോ ജെൻഡർ മേ ബി റിഗാർഡഡ് ആസ് ടിൽ ഒരു 2-3 ഇയേഴ്സിന് മുമ്പ് വരെ ജെൻഡർ എന്ന് പറയുന്ന ഡൈക്കോട്ടമസ് വേരിയബിളിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയായിരുന്നു. അപ്പൊ രണ്ട് ആട്രിബ്യൂട്ട്സ് മാത്രം വരുന്ന വേരിയബിൾസിനെയാണ് ഡൈക്കോട്ടമസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പോളിറ്റോമസ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോളിറ്റോമസ് വേരിയബിൾസ് എന്താണ്? പോളിറ്റോമസ് വേരിയബിൾസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. If a variable calls for more than two attributes at a time, if a variable calls for more than two attributes at a time, it is called polytomous variable. Polytomous variable എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിള് രണ്ടിലധികം ആട്രിബ്യൂട്ട്സിനെ ഒരേ സമയം കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പോളിറ്റോമസ് വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ വേരിയബിൾ എന്ന് പറയുന്ന പാർട്ട് ക്ലിയർ ആയി. നമുക്ക് അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ് സ്ലൈഡ്. So next area is hypothesis. So it's very important area. After identification of the knowledge gap or research gap through the literature review, we will be in a position to fix the objectives of our study, and listing the study objectives focuses on the end results of the study. The objectives of the research study are evolved from the research problem and are usually based on research questions. The entire research process is oriented towards the attainment of objectives. ഇപ്പൊ നമ്മൾ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ഫിക്സ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അതാണ് ഇപ്പം ഹൈപ്പോത്തസിസ്, ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്ത് ഹൈപ്പോത്തസിസ് എന്നിട്ട് അനാലിസിസ് വരുമ്പോഴത്തേക്കും നമ്മൾ അവസാനം ചോദിക്കുന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവിന്റെ റിസൾട്ട് എന്താണ്, നിങ്ങളുടെ സെക്കൻഡ് ഒബ്ജക്റ്റീവിന്റെ റിസൾട്ട് എന്താണ്. ഇതാണ് നമ്മൾ റിസർച്ച് കഴിയുമ്പോഴത്തേക്ക് ആ റിസർച്ച് സ്കോളറിനോട് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. So the entire research process is oriented towards the achievement of the objectives. So the objectives along with identified variables leads to the formulation of hypothesis for the study. നമ്മുടെ സ്റ്റഡി ഒബ്ജക്റ്റീവ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിൾസും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ സ്റ്റഡിയുടെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. വാട്ട് ഇസ് ഹൈപ്പോത്തസിസ്?
Hypothesis is a tentative assumption or a proposed explanation for some observed phenomenon accepted as a starting point for further investigation. സാധാരണഗതിയിൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ടായിട്ട് വരാവുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കൂട്ടി ഒരു അസംഷൻ ഫോർമുലേറ്റ് ചെയ്ത് വെക്കുന്നു. സോ ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് അസംഷൻ or a proposed explanation for some observed phenomenon which is accepted as a starting point for the investigation, for the research inquiry. It is actually a testable statement proposing an association between two or more variables related to the study, or a difference in some variable or variables among different groups of people or objects being studied. ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ആ ഗ്രൂപ്പ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സോ ഹൈപ്പോത്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ആണ് അത് ടെസ്റ്റബിൾ ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഇസ് എ ടെസ്റ്റബിൾ സ്റ്റേറ്റ്മെന്റ് proposing an association between two or more variables related to the study, or a difference in some variables or, among the different groups of people or objects being studied. യൂഷ്വലി റിസർച്ച് മെത്തഡോളജി പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കാണാറുണ്ട്. ഹൈപ്പോത്തസിസ് ഇസ് കൺസിഡേർഡ് ടു ബി ദ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റ് ഇൻ റിസർച്ച്, എക്സ്പ്ലെയിൻ എന്ന് മാത്രം ഒരു ചോദ്യം ചോദിക്കും. Hypothesis is considered to be the principal instrument in research. Explain. Why the hypothesis is considered to be principal instrument in research? It is just because the fact that the formulated hypothesis will determine the further steps, like what kind of data is to be collected, how it is to be collected, how much data is required, the analysis techniques to be used, etc. That is why the hypothesis is regarded as the principal instrument in research. Or hypothesis is regarded as the nucleus of research around which all other further steps of research revolves around. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഹൈപ്പോത്തസിസിനെ പ്രൂവ് ചെയ്യാൻ വേണ്ട ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളുടെ ഡേറ്റയെ പ്രോസസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അനാലിസിസ് സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഹൈപ്പോത്തസിസിനെ ന്യൂക്ലിയസ് പോയിന്റ് അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇൻസ്ട്രുമെന്റ് ഇൻ റിസർച്ച് എന്നൊക്കെ വിളിക്കുന്നത്. Then comes the types of hypothesis. There are two types of hypothesis, null and alternative, or null and alternate hypothesis. Null means zero. So null hypothesis means hypothesis of no difference or hypothesis of no relationship. Hypothesis of no difference or hypothesis of no relationship. All other possibilities are alternate hypothesis. ബാക്കി എല്ലാം ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൂടെ പഠിപ്പിക്കുന്നു. ഓൺലൈൻ ടീച്ചിങ്ങിന്റെയും ഫേസ് ടു ഫേസ് ടീച്ചിങ്ങിന്റെയും ഇഫക്റ്റീവ്നെസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തുന്നു എന്നിരിക്കട്ടെ. എന്നിട്ട് നമ്മൾ പറയാണ് there is no significant difference between online teaching as well as offline teaching. It's a null hypothesis because we state that there is no significant difference between these two. എന്നാൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആയി. അത് ഡയറക്ഷണൽ ആകാം, നോൺ ഡയറക്ഷണൽ ആകാം. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എന്ന് മാത്രം പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ഡയറക്ഷണൽ. പക്ഷേ ഓഫ്ലൈൻ ടീച്ചിങ് ഇസ് സുപ്പീരിയർ ദാൻ ദാറ്റ് ഓഫ് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡയറക്ഷണൽ. ഒരെണ്ണം മറ്റതിനേക്കാൾ സുപ്പീരിയർ ആണ് അല്ലെങ്കിൽ ഒരെണ്ണം മറ്റതിനേക്കാൾ ഇൻഫീരിയർ ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഡയറക്ഷണൽ ആയി. അപ്പൊ അതാണ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് പറയാനായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞു. നൗ വി ആർ പ്രൊസീഡിങ് ടു ദ റിസർച്ച് ഡിസൈൻ.
നമ്മൾ ആ പ്രോസസ്സിലൂടെ തന്നെയാണ് വരുന്നത്. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, അപ്പൊ പ്രോബ്ലം എന്താണ് എന്ന് കണ്ടു, പ്രോബ്ലത്തിന്റെ ടൈപ്സ് പറഞ്ഞു, പ്രോബ്ലത്തിന്റെ സോഴ്സസ് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൈപ്പോത്തസിലേക്ക് വരുന്നതിന് മുമ്പ് വേരിയബിൾസിന്റെ ടൈപ്സ് കണ്ടു. അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോ ഹൈപ്പോത്തസിസിലേക്ക് വന്നു. ഹൈപ്പോത്തസിസ് കഴിഞ്ഞതിന് ശേഷം റിസർച്ച് ഡിസൈനിലേക്ക് വരിക. So research design is simply a plan of action for conducting the research activity. It is simply a plan for conducting the research activity. So നമ്മൾ ഡിസൈൻ തയ്യാറാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. Design simply means plan. So it is the conceptual framework structure within which the entire research work is being carried out. Actually, the meaning of research design is explained by different school of thoughts. രണ്ട് കൂട്ട ആൾക്കാർ രണ്ടായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, in its broad sense, it is regarded as a master plan. It is regarded as a master plan covering the entire activities of the research process, starting from identification of research problem till writing of research report. അതുവരെയുള്ള എല്ലാ സ്റ്റെപ്സും കവർ ചെയ്യുന്ന, അതിനെ സംബന്ധിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നുണ്ട് ബ്രോഡ് സെൻസിൽ. And in its narrow sense, the research design is considered to be a model for hypothesis testing. അതായത് കളക്ഷൻ ഓഫ് ഡേറ്റ, മെഷർമെന്റ് ഓഫ് ഡേറ്റ ആൻഡ് അനാലിസിസ് ഓഫ് ഡേറ്റ, thereby testing the hypothesis. അത്രയും കാര്യങ്ങളെ കുറിച്ച് മാത്രമുള്ള ഒരു പ്ലാൻ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നുണ്ട് in its narrow sense. So the meaning of research design explained in broad sense as a master plan covering the entire sequence of the research process. And it is in its narrow sense, it is regarded as a model for hypothesis testing. It involves collection, measurement, and analysis of data. And then comes the types of research design. Types of research design. ഞാൻ നേരത്തെ ടൈപ്സ് ഓഫ് റിസർച്ച് പറഞ്ഞു എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, എക്സ്പെരിമെന്റൽ, ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത് തന്നെ റിസർച്ച് ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. So here comes the exploratory research design. Exploratory research design. What is exploratory research design? Simply a research design which is used in exploratory research. Exploratory researchൽ നമ്മൾ ഉപയോഗിക്കുന്ന റിസർച്ച് ഡിസൈൻ ആണ് exploratory research design എന്ന് പറയുന്നത്. And in that design, നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ അവൈലബിൾ ഓപ്ഷൻസ് ആർ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ, experience survey or survey of experienced persons, അനുഭവമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, ആൻഡ് അനാലിസിസ് ഓഫ് ഇൻസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് കേസസ്. നമ്മൾ എന്ത് പ്രോബ്ലം ആണോ സെലക്ട് ചെയ്തത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള കേസുകളുടെയൊക്കെ റിപ്പോർട്ടുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. Thereby we will be able to explore more into the problem, or നമുക്ക് ഒരു പുതിയൊരു എൻലൈറ്റൻമെന്റ് കിട്ടും ഈ പ്രോബ്ലത്തെ കുറിച്ച്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിസൈൻ ആണ് എക്സ്പ്ലോറേറ്ററി ഡിസൈൻ. സോ എക്സ്പ്ലോറേറ്ററി ഡിസൈൻ is simply the design used in exploratory studies, experienced survey, analysis of insight stimulating cases, and literature review forming part of the design for exploratory research. Then comes the descriptive design. Descriptive design is a design used for descriptive researches. Descriptive research നമുക്കറിയാം, to describe the characteristics or phenomenon. So it is a structured one and a specific one. നേരത്തെ കുട്ടി സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കും, ഒരു റിജിഡ് സ്ട്രക്ചറിനുള്ളിൽ നിന്ന് മാത്രം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. അതെല്ലാം തന്നെ ആ കാറ്റഗറിയിൽ വരുന്നു. And the third category design is the analytical design. Analytical design. It is an extended version of the descriptive design in which the research methods to be used for data analysis and hypothesis testing should be specified. പലരും അവരുടെ സ്റ്റഡി കഴിയുമ്പോഴത്തേക്ക് അനലിറ്റിക്കൽ ഡിസൈൻ ആണ് ഉപയോഗിച്ചത് എന്ന് പറയാറുണ്ട്. അനലിറ്റിക്കൽ ഡിസൈൻ ആണ് ഉപയോഗിച്ചത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഫെർദർ അനാലിസിസിലൂടെ പുതിയ കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുക മാത്രമല്ല, അനാലിസിസിലൂടെ ആ ഡേറ്റ അനാലിസിസ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതിന് വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ്സ് ഒക്കെ തന്നെ നേരത്തെ കൂട്ടി ഡിറ്റർമിൻ ചെയ്ത് വെക്കുന്ന ഒരു ഡിസൈൻ ആണ് അനലിറ്റിക്കൽ ഡിസൈൻ എന്ന് പറയുന്നത്.
And then comes the experimental design. Experimental design, a design which is used for conducting the experimental research. Experimental research ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു experimental research എന്ന് പറയുന്നത് it is a research which is conducted for finding out the cause-effect relationship between variables. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൺട്രോൾഡ് കണ്ടീഷനിൽ പഠിച്ച് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻ പ്ലാൻ. സോ ദ ഐഡിയ ഓഫ് കോസാലിറ്റി ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് കോസാലിറ്റി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഈ കോസാലിറ്റി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be 3 conditions. 3 കണ്ടീഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ആ 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് പറയണമെങ്കിൽ there should be 3 conditions. These 3 conditions should be satisfied. ഏതൊക്കെയാണ് ആ 3 conditions? The first one is there should be covariation. There should be covariation. What is covariation? Variation should happen both in independent variable and dependent variable. 2 വേരിയബിളിലും ചേഞ്ച് ഉണ്ടാകണം. ഇപ്പൊ സെയിൽസ് കുറഞ്ഞു, അഡ്വർടൈസ്മെന്റ് ആണ് സെയിൽസ് കുറഞ്ഞതിന് കാരണം എന്ന് പറയുന്നെങ്കിൽ അഡ്വർടൈസ്മെന്റിലും കുറവുണ്ടായിരിക്കണം. 2 വേരിയബിളിലും വേരിയേഷൻ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ കോസാലിറ്റി പ്രൂവ് ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ദർ ഷുഡ് ബി കോവേരിയേഷൻ. വേരിയേഷൻ ഷുഡ് ഒക്കർ ബോത്ത് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ആൻഡ് ദർ ഷുഡ് ബി എ ടൈം ഓർഡർ ഓഫ് ഒക്കറൻസ്. രണ്ടാമത്തെ കണ്ടീഷൻ അതാണ്, ടൈം ഓർഡർ ഓഫ് ഒക്കറൻസ്. ദർ ഷുഡ് ബി എ സ്പെസിഫിക് ടൈം ഓർഡർ. ഏതാ ആദ്യം ഉണ്ടാകേണ്ടത്? കോസ് ആണോ ഇഫക്റ്റ് ആണോ? ഓഫ് കോഴ്സ് കോസ് ആണ് ആദ്യം ഉണ്ടാകേണ്ടത്, അല്ലെ? അതായത് കാരണമാണ് ആദ്യം ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഷുഡ് ഒക്കർ ഫസ്റ്റ്. ദ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഷുഡ് ഒക്കർ ഫസ്റ്റ്. Then only we'll be able to state that the change in independent variable caused the change in dependent variable എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ കോസ് ആദ്യം ഉണ്ടാകണം. ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഷുഡ് ബി preceded by the change in dependent variable. So that's time order of occurrence. Then third one is non-spurious relationship. What is non-spurious relationship? Spurious relationship നമുക്കറിയാം. Spurious means കലർപ്പുള്ളത്. Non-spurious relationship കലർപ്പില്ലാത്തത് എന്ന് പറഞ്ഞാൽ never permit a third variable to intervene in. അതാണ് നമ്മൾ മോഡലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ മറ്റു വേരിയബിൾസിന്റെ ഇൻഫ്ലുവൻസസിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ നോൺ സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോൺ സ്പ്യൂരിയസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. അപ്പോഴേ കോസാലിറ്റി പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചില് നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ആൻഡ് ഞാൻ വളരെ വേഗത്തിൽ എക്സ്പെരിമെന്റൽ ഡിസൈൻസിന്റെ 2-3 വെറൈറ്റി വെറുതെ അങ്ങ് പറഞ്ഞു പോകാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാറ്റഗറിയെയാണ് പറയുന്നത് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. നമ്മൾ ഈ പറഞ്ഞ കോസാലിറ്റി പ്രൂവ് ചെയ്യാൻ കഴിയുന്ന, അത് കറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഡിസൈൻസ് ആണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻസ്. ഇൻ ദ കേസ് ഓഫ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് there is complete control over the extraneous variables. എക്സ്ട്രീനിയസ് വേരിയബിൾസിനെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് എനേബിൾ കോൺഫിഡന്റ് പ്രഡിക്ഷൻ ഓഫ് കോസൽ റിലേഷൻസ്. അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആർ മാനിപ്പുലേഷൻ, control and randomization. Manipulation, control and randomization. What is manipulation? It is the conscious control of independent variable through treatment. What is control? Controlling the effects of extraneous variable with control group. And what is randomization? Random selection. മെത്തഡോളജി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമ്മൾ 2 ഗ്രൂപ്പ് വെച്ചിട്ടാണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്നും കൺട്രോൾ ഗ്രൂപ്പ് എന്നും 2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോ ലെക്ചർ മെത്തേഡിന്റെ ഇഫക്റ്റീവ്നെസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പഠനം നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. ആ 20 കുട്ടികളെ 10 പേര് വീതം 2 ഗ്രൂപ്പായിട്ട് മാറ്റുന്നു. ഒരു ഗ്രൂപ്പിനെ നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അവരെ മാത്രമായിരിക്കും നമ്മൾ ലെക്ചർ മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത്. മറ്റേ ഗ്രൂപ്പിനെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. എന്നിട്ട് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും
വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് കൺട്രോൾ. ക്യാരക്ടറിസ്റ്റിക്സിലെ കൺട്രോൾ പറഞ്ഞ അതാണ്, കൺട്രോളിംഗ് ദ ഇഫക്റ്റ് ഓഫ് എക്സ്ട്രീനിയസ് വേരിയബിൾ വിത്ത് കൺട്രോൾ ഗ്രൂപ്പ്. കൺട്രോൾ ഗ്രൂപ്പ് ഉപയോഗിച്ച് എക്സ്ട്രീനിയസ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി ഈ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു ക്ലാസ്സിലെ 20 കുട്ടികളെ എന്റെ ഇഷ്ടത്തിന് 10 പേരെ വീതം എടുക്കുകയല്ല ചെയ്യുന്നത്, അവരെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. റാൻഡമൈസേഷൻ, രണ്ടാമത്തെ ക്യാരക്ടർ റാൻഡമൈസേഷൻ, റാൻഡം സെലക്ഷൻ ഓഫ് ഐറ്റംസ് ഇൻടു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്. യൂണിറ്റ്സിനെ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ദെൻ മൂന്നാമത്, അതില് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പില് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അതാണ് കോൺഷ്യസ് കൺട്രോൾ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ത്രൂ ട്രീറ്റ്മെന്റ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് മാനിപ്പുലേഷൻ. അതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈൻ. പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈൻ, ഐ തിങ്ക് the organizers will share the PDF format of this presentation to you. So നിങ്ങൾക്ക് ആ പിക്ചർ ഒക്കെ നോക്കി കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും, രണ്ട് ഗ്രൂപ്പ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനെ മാത്രം പഠിപ്പിക്കുന്നു. എന്നിട്ട് രണ്ട് ഗ്രൂപ്പിന്റെയും പോസ്റ്റ് ടെസ്റ്റ് സ്കോർ, അവിടെ പ്രീ ടെസ്റ്റ് ഒന്നും അവരെ നേരത്തെ ഉള്ളവരുടെ അറിവ് നമ്മൾ പരിശോധിക്കുന്നില്ല, പോസ്റ്റ് ടെസ്റ്റ് സ്കോർ എടുക്കുന്നു. എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും നമുക്ക് ട്രീറ്റ്മെന്റ് ഇഫക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈൻ. നെക്സ്റ്റ് അടുത്ത ഒരു ഡിസൈൻ ആണ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ, പ്രീവിയസ് സ്ലൈഡ്. അപ്പൊ അവിടെ നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. രണ്ട് ഗ്രൂപ്പിനെ റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് ഗ്രൂപ്പിന്റെയും പ്രീ ടെസ്റ്റ് സ്കോറുകൾ നമ്മൾ അസസ് ചെയ്യുന്നു. എന്തിനാ പ്രീ ടെസ്റ്റ് സ്കോർ അസസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രീവിയസ്ലി ഉള്ള നോളജും കൂടി നിങ്ങളുടെ പോസ്റ്റ് ടെസ്റ്റിൽ വരാമല്ലോ. അപ്പൊ നേരത്തെ എത്ര അറിവുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടി പ്രീ ടെസ്റ്റ് സ്കോർ നോക്കുന്നു. എന്നിട്ട് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പിന്റെയും പോസ്റ്റ് ടെസ്റ്റ് സ്കോറുകൾ നമ്മൾ അസസ് ചെയ്യുന്നു. ആ പോസ്റ്റ് ടെസ്റ്റ് സ്കോർ അസസ് ചെയ്യുമ്പോൾ കൺട്രോൾ ഗ്രൂപ്പിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല. കൺട്രോൾ ഗ്രൂപ്പിലെ പ്രീ ടെസ്റ്റ് സ്കോറും പോസ്റ്റ് ടെസ്റ്റ് സ്കോറും തമ്മിലുള്ള വ്യത്യാസം, അതാണ് അവിടെ പ്രസന്റേഷനിൽ O4 - O2 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവേഷൻ 4 - ഒബ്സർവേഷൻ 2 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതാണ്. അത് പിന്നീട് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല. അപ്പൊ അത് ചില എക്സ്ട്രീനിയസ് വേരിയബിളുകളുടെ സ്വാധീനം കൊണ്ട് മാത്രം വന്നതാണ്. പക്ഷേ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലെ പ്രീ ടെസ്റ്റ് സ്കോറും പോസ്റ്റ് ടെസ്റ്റ് സ്കോറും തമ്മിലുള്ള വ്യത്യാസം വന്നത് ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റും ആകാം, എക്സ്ട്രീനിയസ് വേരിയബിൾ കൊണ്ടും ആകാം. അപ്പോ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലെ വ്യത്യാസം ട്രീറ്റ്മെന്റ് ഇഫക്റ്റും എക്സ്ട്രീനിയസ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസും രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ്. പക്ഷെ കൺട്രോൾ ഗ്രൂപ്പിലാണെങ്കിൽ എക്സ്ട്രീനിയസ് വേരിയബിൾസ് മാത്രമാണ്. അതുകൊണ്ട് കൺട്രോൾ ഗ്രൂപ്പിലെ റിസൾട്ട് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലെ റിസൾട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീനിയസ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസ് മാറ്റിയിട്ട് ട്രീറ്റ്മെന്റ് ഇഫക്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ദിസ് ഇസ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. Another design is Solomon's four-group design. It is a combination of both the pre-test design and pre-test post-test design. നേരത്തെ പറഞ്ഞ രണ്ട് ഡിസൈനിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പറേറ്റിംഗ് വിത്ത് 2 ഗ്രൂപ്പ്സ്, കഴിഞ്ഞ രണ്ട് ഡിസൈനിലും കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഓരോ ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മൾ 4 ഗ്രൂപ്പാണ് എടുക്കുന്നത്. 2 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും 2 കൺട്രോൾ ഗ്രൂപ്പും. എല്ലാ ഗ്രൂപ്പും റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഒരിടത്ത് ഒരു സെറ്റില് ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലും ഒരു കൺട്രോൾ ഗ്രൂപ്പിലും പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും എടുക്കുന്നു. മറ്റൊരു സെറ്റില് പോസ്റ്റ് ടെസ്റ്റ് മാത്രം എടുക്കുന്നു. ആൻഡ് റിസൾട്ട്സ് കൂടുതൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ റിസൾട്ട്സ് എല്ലാം തമ്മിൽ കമ്പൈൻ ചെയ്ത് നള്ളിഫൈ ചെയ്ത് ഏറ്റവും അവസാനം ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റ് മാത്രമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതാണ് സോളമൻ 4-group ഡിസൈൻ. നെക്സ്റ്റ് ആൻഡ് അനദർ ടൈപ്പ് ഇസ് ഫാക്ടോറിയൽ ഡിസൈൻ. ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ, ഡിപെൻഡന്റ് വേരിയബിളിന് മുകളിൽ 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇൻഫ്ലുവൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈനാണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. 2x2 ഫാക്ടോറിയൽ, 2x3 ഫാക്ടോറിയൽ ഡിസൈൻസ് ഒക്കെ നോർമൽ കേസിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ഒന്നിലധികം ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഫാക്ടോറിയൽ ഡിസൈനിന്റെ പ്രത്യേകത. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസൈൻസ്. നമ്മൾ തൽക്കാലം അവിടെ നിർത്തുകയാണ് ഡിസൈൻസിനെ കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, പിന്നീട് നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ടൈം സീരീസ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഡിസൈൻസിനെ കുറിച്ചുകൂടെ അവിടെ പറയുന്നത്. നോക്കുക, ടൈം സീരീസ് ഡിസൈൻ, ടൈം സീരീസ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഡിസൈൻ. ടൈം സീരീസ് സ്റ്റഡി, വി നോ ദാറ്റ് ടൈം സീരീസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം അല്ലെ? റിസർച്ച് സ്റ്റഡി ഡീൽസ് വിത്ത് അനാലിസിസ് ഓഫ് ടൈം സീരീസ് ഡേറ്റ.
That is secondary data collected for a specific period of time. The research design has to specify the types of data to be collected, sources of data and tools of analysis. ടൈം സീരീസ് ഡേറ്റ ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിസൈൻ ആണ് ടൈം സീരീസ് ഡിസൈൻ എന്ന് പറയുന്നത്. You need to specify the type of data to be collected, the sources of data, the time period of data, the tools of analysis. ഇതെല്ലാം തന്നെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കണം ആ ഡിസൈനിൽ. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ടൈം സീരീസ് ഡിസൈൻ. Then comes the cross-sectional. Cross-sectional study involves looking at the data from a population at one specific point of time itself. It is observational and descriptive in nature. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഉള്ള ഡേറ്റ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഓവർ ദ പീരീഡ് ഓഫ് ടൈമിൽ അത് എടുക്കുന്നില്ല. ആ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ക്രോസ് സെക്ഷണൽ കമ്പാരിസൺസ് ആണ് അവിടെ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് വരുന്ന ഡിസൈൻ ആണ് ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസൈൻസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Now we are proceeding to the next area. നമ്മൾ ഡിസൈൻ പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാമ്പിളിംഗിലേക്ക് പോവാണ്. Here you just need to familiarize certain terminologies because ഫസ്റ്റ് പാർട്ടിൽ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഡിസൈനിൽ നിന്നും സാമ്പിളിംഗിൽ നിന്നും ഒക്കെ ഉള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില ടേംസ് മാത്രം പരിചയപ്പെടുത്തി അങ്ങ് പോവാണ്. യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ, യു നോ ദാറ്റ്. വാട്ട് ഇസ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ അഗ്രിഗേറ്റ് ഓഫ് all elements which we intended to study. ഇപ്പം നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? അതിലെ എല്ലാ എലമെന്റ്സിന്റെയും ആകെ തുക, സം ടോട്ടൽ ഓഫ് ഓൾ എലമെന്റ്സ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ. കേരള യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർ PSC എക്സാം കോമേഴ്സ് എഴുതാൻ പോകുന്ന ആൾക്കാർ നേരിടുന്ന, അത് ഡിസ്ക്രിപ്റ്റീവ് ആക്കിയതിന്റെ പേരിൽ നേരിടുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മളൊരു പഠനം നടത്താൻ പോകുന്നു എന്നുണ്ടെങ്കിൽ those who are registered, all the persons who are registered for this particular examination constitute the universe or population of that particular study. അപ്പൊ അതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിലുള്ള എല്ലാവരിലും നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് ഓൾ ഐറ്റംസ് ഇൻ ദ യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ, അതിനെയാണ് നമ്മൾ സെൻസസ് സ്റ്റഡി എന്ന് പറയുന്നത്. കംപ്ലീറ്റ് എന്യൂമറേഷൻ, collection of data from all items in the population, that is what is called the universe, or that is what is called the census inquiry. But the census inquiry is not practical at all times because it demands more time, it demands more effort from the part of the researcher, and it requires more money. Then sometimes the sampling units get exploited. So നമുക്കറിയാം അല്ലേ, നമ്മള് കിച്ചണിൽ കലത്തിൽ ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1-2 എണ്ണമാണ് എടുത്ത് നോക്കുന്നത്. അപ്പൊ അത് സാമ്പിളിംഗ് ആണ് ആക്ച്വലി. കാരണം അവിടെ നമുക്ക് സെൻസസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഈ എടുത്ത് നോക്കുന്ന അരി പിന്നെ ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ. അതുപോലെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ ഇതെല്ലാം സെൻസസ് സ്റ്റഡിയാണ്. ദെൻ കംസ് സാമ്പിൾ സ്റ്റഡി. സാമ്പിളിംഗ് സ്റ്റഡിയിലേക്ക് വരുന്നത് സെൻസസ് എൻക്വയറി പോസിബിൾ അല്ലാത്തതുകൊണ്ട് സെൻസസ് സ്റ്റഡിയുടെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്. അപ്പൊ അവിടെ ആദ്യം നമുക്ക് സാമ്പിൾ എന്താണെന്ന് നോക്കാം. സോ സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് കൺസിഡർ ഇറ്റ് ഓൺലി ആസ് എ റിഫ്രഷിംഗ് പ്രോഗ്രാം. സോ സാമ്പിൾ മീൻസ് a small representative or a miniature representative of the entire population. It is a small representative population selected from the universe or population. പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന സ്മോൾ റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ആ സ്മോൾ റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പിനെ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന പഠനത്തെയാണ് സാമ്പിൾ സ്റ്റഡി എന്ന് വിളിക്കുന്നത്. അങ്ങനെ സാമ്പിൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. സോ സാമ്പിളിംഗ് is a statistical process of selecting a subset of the population of interest for the purpose of making observations and statistical inferences about the population. ആ സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സാമ്പിളിംഗ് മെത്തേഡ് ഓർ സാമ്പിളിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. And we know that the universe may be either finite universe or infinite universe. കൃത്യമായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് പോപ്പുലേഷൻ. ബട്ട് സംടൈംസ് the viewers of a television program or listeners of a radio program എന്നൊക്കെ പറയുന്നത് it is infinite actually. Then we have to estimate the population. അവിടെ നമ്മൾ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു സോഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് തയ്യാറാക്കേണ്ടി വരും.
So the sampling frame, what is a sampling frame? It is a frame from which we select our sample. So that is what is called a sampling frame. So universe or population, census inquiry, sample, sample study, sampling process, sampling technique or sampling method, sampling frame, then sample size. Sample size is also determined by considering various statistical factors and all. Law of statistical regularity, then nature of the population, nature of our study, the precision required, consider sample size determine. So these are all the regarding the sample fundamentals related. അടുത്തൊരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ടെക്നിക്സ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് broadly, the sampling techniques or sampling methods are categorized into two. They are random sampling and non-random sampling, or probability sampling and non-probability sampling. What is random sampling or probability sampling? There we use the scientific method for selection of sample from population. The chance mechanism or the probability mechanism for selection of items from population to sample. That is what is called random sampling. If we are not using that kind of a scientific method of selection or probability technique for selection of items from population to sample, then that is called a non-random sampling. നമ്മൾ അങ്ങനെ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ചൊന്നും അല്ല സാമ്പിളിംഗ് നടത്തുന്നതെങ്കിൽ അത് നോൺ റാൻഡം സാമ്പിളിംഗ്. ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് സാമ്പിളിംഗ് നടത്തുന്നതെങ്കിൽ അത് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ probability sampling. And under probability sampling, there are different techniques like simple random sampling, systematic sampling, stratified sampling, cluster sampling, ഇങ്ങനെ പറഞ്ഞിട്ട് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, ഇങ്ങനെ പറഞ്ഞിട്ട് പലതരത്തിലെ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബിഫോർ ദാറ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ജസ്റ്റ് നമ്മൾ ആ ഡിസൈൻസ് പറഞ്ഞപ്പോഴത്തേക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ടെർമിനോളജീസിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ദാറ്റ് ഇസ് നോട്ട് ഇൻ ദ പ്രസന്റേഷൻ. ഞാൻ ടൈപ്സ് ഓഫ് സാമ്പിളിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടങ്ങ് പറയുകയാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് ആക്ച്വലി നൗഡേയ്സ് പഴയ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ടെക്സ്റ്റ് ബുക്സിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നൗഡേയ്സ് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ. ഇൻ ദ കേസ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് അവിടെ ചില അപ്രോച്ചസ് അല്ലെങ്കിൽ ചില ഡിസൈൻസ് ഉപയോഗിക്കാറുണ്ട്. And the major qualitative research design approaches are phenomenology, PHENOMENOLOGY, phenomenology. Then another one is grounded theory. The third one is ethnography, ETHNOGRAPHY, ethnography. Then comes the historical and case study designs. അത് നമുക്കറിയാവുന്നതാണ്. ഫിനോമിനോളജി, ഗ്രൗണ്ടഡ് തിയറി ആൻഡ് എത്നോഗ്രാഫി. ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ റിലവന്റ് അല്ല എന്നുണ്ടെങ്കിലും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് എന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള ടെർമിനോളജീസ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഫിനോമിനോളജി എന്ന് പറയുന്നതിൽ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഡിസ്ക്രൈബ് ദ എക്സ്പീരിയൻസസ് ആസ് ദേ ആർ ലിവ്ഡ്. റിയൽ എക്സ്പീരിയൻസസ് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. സോ ഇറ്റ് എക്സാമിൻസ് ദ യുണീക്നെസ് ഓഫ് ഇൻഡിവിജ്വൽസ് ലിവ്ഡ് സിറ്റുവേഷൻസ്. സോ ഈച്ച് പേഴ്സൺ ഹാസ് ഓൺ റിയാലിറ്റി ആൻഡ് ദ റിയാലിറ്റി ഈസ് സബ്ജക്റ്റീവ് ഓൾസോ. സോ ഓരോരുത്തരുടെയും ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ പോയിട്ട് അതിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ നമുക്ക് ക്ലിയർലി ഡിഫൈൻഡ് സ്റ്റെപ്സ് ഒന്നും തന്നെ ഇല്ല. അവിടെ റിസർച്ചറിന്റെ ക്രിയേറ്റിവിറ്റി ആണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഓരോരുത്തരിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസസിനെ ഡിറൈവ് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ളത് റിസർച്ചറിന്റെ ക്രിയേറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്.
മാത്രമല്ല നമ്മൾ സാമ്പിളിങ്ങിനൊക്കെ അങ്ങനെ ഒരു സ്പെസിഫിക് പ്ലാൻ ഓഫ് ആക്ഷൻ ഉപയോഗിക്കുന്നതിന് പകരം ഓരോ വ്യക്തിയുടെയും അടുത്ത് ചെന്നിട്ട് അവർക്ക് നമ്മുടെ സ്റ്റഡിയുടെ ഇന്റൻഷൻ ഒന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ വില്ലിംഗ്നെസ് ബേസ് ചെയ്തിട്ടാണ് അവരെ നമ്മൾ സാമ്പിളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇഫ് ദേ ആർ വില്ലിംഗ് ടു എക്സ്പ്രസ് ദർ ഇന്നർ ഫീലിംഗ്സ് ആൻഡ് എക്സ്പീരിയൻസസ് ദേ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ടു ദ സാമ്പിൾ അണ്ടർ ഫിനോമിനോളജി. They describe the experiences of the phenomenon and they write the experiences. They describe the experiences. Usually, direct observation and direct interview is used under this method, phenomenology. Okay. അതാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. Then grounded theory എന്ന് പറയുന്നത് it is meant for theory development. Theory development വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. It is used in discovering what problems exist in social science and how the persons handle them. എന്തെല്ലാം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് വ്യക്തികൾ അതിനെ ഓവർകം ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കോവിഡ് വന്നു, ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉണ്ടായി. ആ പാൻഡമിക് സിറ്റുവേഷനിൽ പ്രത്യേകിച്ചും അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള ആൾക്കാർക്ക് തൊഴിലില്ലാതായി, അവർക്ക് വരുമാനമില്ലാതായി. ഹൗ ദേ ഹാൻഡിൽ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ അതറിയണം. അത് ഒരു പുതിയ തിയറി ആയിട്ട് ഇവോൾവ് ചെയ്ത് വരാം. അതുകൊണ്ടാണ് അത് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന, അതിനെ ബേസ് ചെയ്ത് തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എൻക്വയറിയാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്ന മെത്തേഡിൽ അല്ലെങ്കിൽ ആ ഡിസൈൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഹിയർ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ഷൻ, ഇന്റർവ്യൂ, ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, എന്നിട്ട് അവരുടെ റിവ്യൂസ് നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ എല്ലാം കൂടി അനലൈസ് ചെയ്ത് ചില കൺസെപ്റ്റുകൾ ഫോർമുലേറ്റ് ചെയ്ത് തിയറിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. തേർഡ് വൺ ഇസ് എത്നോഗ്രാഫി. എത്നോഗ്രാഫിയിൽ നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഡിസ്ക്രൈബ് ദ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അവരുടെ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് എത്നോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പൊ ട്രൈബൽ കമ്മ്യൂണിറ്റി, ഇപ്പൊ അട്ടപ്പാടിയിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ആ പ്രോജക്ട്സ് ഒക്കെ പരാജയമാണ് എന്ന് പിൽക്കാലത്ത് കണ്ടെത്തി. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അതിനെ മാറ്റിയിട്ടാണ് മോഡേൺ സംഭവമായിട്ട് അവിടെ ചെല്ലുന്നത്. കൃഷി ചെയ്യുന്നതിന് മുമ്പ് ആ ലാൻഡ് പൂജിച്ച് അതിന് വലിയ ഉത്സവങ്ങൾ നടത്തി, എന്നിട്ട് ലാൻഡിനെ പ്രത്യേക തരത്തിൽ ഫെർട്ടൈൽ ആക്കിയതിനു ശേഷം മാത്രം കൃഷി ചെയ്യുന്ന, അതൊരു സീസണിൽ ഇത്ര തവണ മാത്രം കൃഷി ചെയ്യുന്ന രീതിയൊക്കെ മാറ്റിമറിച്ച് പുതിയ ടെക്നിക്സ് ഒക്കെ കൊണ്ടുവന്ന് കൃഷി ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് കൃഷി നഷ്ടത്തിലായി. മാത്രമല്ല അവരവിടെ നിന്ന് വീണ്ടും വനത്തിന്റെ ഉള്ളിലേക്ക് കയറി പോകാനായിട്ട് തുടങ്ങി. ഇത് എന്തുകൊണ്ടാണ് എന്നറിയാൻ വേണ്ടി നടത്തുന്ന പഠനത്തെയൊക്കെയാണ് എത്നോഗ്രാഫി എന്ന് പറയുന്നത്. സോ ഹിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താ? വി ഐഡന്റിഫൈ ദ കൾച്ചർ ആൻഡ് ദ വേരിയബിൾസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആൻഡ് വി മെയ്ഡ് സം ഡീറ്റെയിൽഡ് റിവ്യൂ ആൻഡ് ഓൾ. അവരുടെ എത്നോഗ്രാഫിക് പ്രാക്ടീസസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചില റിവ്യൂ ഒക്കെ തന്നെ നമ്മൾ നടത്തും. എന്നിട്ട് അനാലിസിസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തിരിച്ച് നമ്മുടെ സാമ്പിളിങ്ങിലെ ടൈപ്സിലേക്ക് തന്നെ പോകാം വളരെ പെട്ടെന്ന്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. നിങ്ങൾ 3 ടേം ഓർത്ത് വെച്ചാൽ മതിയേ. ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത ലിമിറ്റഡ് സ്പേസിലാണ് നിങ്ങൾ ആൻസർ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് കീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ മതി. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ 3 ടേം ഓർത്തിരുന്നാൽ മതി. എന്താണ്? ഈക്വൽ, നോൺ ആൻഡ് നോൺ സീറോ. ഈക്വൽ, തുല്യമായ ഒരു ചാൻസ്. നോൺ, KNOWN ആണ്. നോൺ ചാൻസ്, നോൺ ചാൻസ്, KNOWN, നോൺ. അറിയാം, എല്ലാ ഐറ്റങ്ങൾക്കും അറിയാം അവരുടെ ചാൻസ് എത്രയാണ്, പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിലേക്ക് വരാനുള്ള ചാൻസ് എത്രയാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് നോൺ സീറോ ചാൻസ്. സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഇസ് എ റാൻഡം സാമ്പിളിംഗ് ടെക്നിക് which provides all items in the populations an equal non and not zero chance to get included into the sample. That is simple random sampling. And under simple random sampling, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്സ് നിങ്ങൾക്കറിയാം. One is lottery method and other one is table of random numbers. Lottery method and table of random numbers. These are the techniques used in simple random sampling. The second one is systematic sampling. Systematic sampling. What is systematic sampling? As the name denotes, there we use a system for selection of sample. Here we have to find out the sampling interval first. Sampling interval നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്താ സാമ്പിളിംഗ് ഇന്റർവെൽ? സാമ്പിളിംഗ് ഇന്റർവെൽ is equal to capital N divided by small n.
capital N divided by small n. What is capital N? Capital N is the population size and small n is the sample size. അപ്പോൾ നമുക്ക് 100 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 10 പേരെ സാമ്പിൾ ആയിട്ട് എടുക്കണം. സോ ദ പോപ്പുലേഷൻ, ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഇസ് 100. സോ ക്യാപിറ്റൽ N is 100 and the size of sample is 10. Therefore, capital N divided by small n, that is equal to 10. So the sampling interval is 10. Then the first item, we took the first item at random. 100 പേരിൽ നിന്ന് ആദ്യത്തെ ഐറ്റത്തിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ലോട്ട് ഇട്ട് നമ്മൾ ആദ്യത്തെ ഐറ്റത്തിനെ എടുത്തു. Assume that the first item being 47, the 47th item ആണ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. Then the first item is 47th item. Then we add the sampling interval with the first item. So the 57th item will automatically be included into the sample. Then the 67th item, കാരണം സാമ്പിളിംഗ് ഇന്റർവെൽ അടുത്തതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ 77, 87, 97, ഓഫ് കോഴ്സ് 107 ഇല്ലാത്തതുകൊണ്ട് 7, 17 അങ്ങനെ പറഞ്ഞിട്ട് ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യും. And there is a criticism regarding the randomness of systematic sampling. Then comes the stratified sampling and cluster sampling. ഒരുമിച്ച് അങ്ങ് മനസ്സിലാക്കി പോയാൽ മതി. Both under stratified sampling and cluster sampling, we divide the entire population into small groups, subdividing the population into small groups. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിലാണെങ്കിൽ മൊത്തം പോപ്പുലേഷനെ നമ്മൾ ചെറിയ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു സബ്ഡിവൈഡഡ് ഗ്രൂപ്പിനെ വി കോൾ ദ സബ്ഡിവൈഡഡ് ഗ്രൂപ്പ് ആസ് സ്ട്രാറ്റ അല്ലെങ്കിൽ സ്ട്രാറ്റം എന്ന് വിളിക്കാം. ഒരു സബ്ഡിവൈഡഡ് ഗ്രൂപ്പിനെ സ്ട്രാറ്റം എന്ന് വിളിക്കാം. എന്താണ് അവിടെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു സ്ട്രാറ്റത്തിനുള്ളിൽ വിത്തിൻ സ്ട്രാറ്റം ദർ ഷുഡ് ബി ഹോമോജിനിറ്റി. സ്ട്രാറ്റത്തിനുള്ളിൽ ദർ ഷുഡ് ബി ഹോമോജിനിറ്റി. ആ സ്ട്രാറ്റയിൽ ഉള്ളവരെല്ലാം ഒരേ സ്വഭാവമുള്ളവരായിരിക്കണം. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ക്ലാസ്സിലൊക്കെ പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. ഒരു ക്ലാസ്സിലെ കുട്ടികളെ 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ദ ഫസ്റ്റ് ഗ്രൂപ്പ്, ദ ഫസ്റ്റ് സ്ട്രാറ്റം, അതിൽ ആക്റ്റീവ് ലേണേഴ്സ് മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും സജീവമായിട്ട് പഠിക്കുന്നവരായിരിക്കും. അവരാണ് ഹോമോജീനിയസ് ഗ്രൂപ്പ്. ദെൻ സെക്കൻഡ് സ്ട്രാറ്റം, പാസീവ് ലേണേഴ്സ്, അത്യാവശ്യം ഉളപ്പൊക്കെ കാണിച്ച് നടക്കുന്ന ആൾക്കാർ, അവരാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. അവരിൽ ആ ഗ്രൂപ്പിൽ അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതാണ് സ്ട്രാറ്റം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രിറ്റൻഡിങ് ടു ബി ആക്റ്റീവ് ലേണേഴ്സ്. സാറുമാരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തലകുലിക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണെന്ന് തോന്നിപ്പിക്കും, പക്ഷെ ആക്റ്റീവ് ഒന്നും അല്ല. അവിടെ ഇല്ലെങ്കിലും അവർ തലകുലിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് പ്രിറ്റൻഡിങ് ടു ബി ആക്റ്റീവ് ലേണേഴ്സ്. മൂന്നാമത്തെ പ്രിറ്റൻഡിങ് ടു ബി പാസീവ് ലേണേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ഭൂലോക ഉളപ്പന്മാരായിട്ട് കാണിക്കും, പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര മാർക്കും കാണിക്കും. അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇവര് ഓരോന്നും ഹോമോജീനിയസ് സബ്സെറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ ഹോമോജീനിയസ് സബ്സെറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്ന് എയ്തർ പ്രപ്പോർഷനേറ്റ്ലി ഓർ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി വി സെലക്ട് ദ സാമ്പിൾ. പ്രപ്പോർഷനേറ്റ് ആയിട്ടോ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടോ. എന്താ പ്രപ്പോർഷനേറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രാറ്റത്തിലും എത്ര പേര് വീതം ഉണ്ട് എന്നുള്ളതിന്റെ അനുപാതത്തിൽ സാമ്പിളിനെ സെലക്ട് ചെയ്താൽ ഇൻ പ്രപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് ഐറ്റംസ് ബിലോങ് ടു ഈച്ച് സ്ട്രാറ്റ സാമ്പിൾ സെലക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രപ്പോർഷനേറ്റ് സാമ്പിളിംഗ്. അങ്ങനെയല്ല, ഈക്വൽ ആയിട്ട് എല്ലായിടത്തുനിന്നും എടുക്കുകയാണെങ്കിൽ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് സാമ്പിളിംഗ്. ദാറ്റ് ഇസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗിലേക്ക് വരുമ്പോൾ ഹിയർ ഓൾസോ വി ഡിവൈഡ് ദ എൻറ്റയർ പോപ്പുലേഷൻ ഇൻ ടു സ്മോൾ ഗ്രൂപ്പ്സ് called cluster. ഓരോ ഗ്രൂപ്പിനെയും ക്ലസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ക്ലസ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ there should be maximum heterogeneity within each cluster. ഒരു ക്ലസ്റ്ററിനുള്ളിൽ മാക്സിമം ഹെട്രോജനിറ്റി ആണുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്ററിലുള്ളവർ എല്ലാം വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ മാത്രം എടുത്താൽ ഇറ്റ് ഇസ് എ മിനിയേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ. ആക്ച്വലി പോപ്പുലേഷന്റെ ഒരു മിനിയേച്ചർ സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും അവര്. അങ്ങനെ സ്മോൾ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ then we have to select randomly either 1 or 2 clusters. 1 or 2 ക്ലസ്റ്റർ മാത്രം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് പോപ്പുലേഷനിലെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്യുന്ന ഇതായിരിക്കും. ഈ റാൻഡം സാമ്പിളിങ്ങിന്റെ പ്രത്യേകത തന്നെ അതാണ്. കാരണം നമുക്ക് റെപ്രസെന്റേറ്റീവ്സ് ഗ്രൂപ്പിനെ കിട്ടുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഇസ് ഓഫ് കോഴ്സ് സാമ്പിളിംഗ് ഇൻ different stages. The sampling is done in different stages. ഇപ്പോൾ സാമ്പിളിങ് പല സ്റ്റേജസ് ആയിട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഓഫ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യയെ ആദ്യം 5 സോണായിട്ട് ഡിവൈഡ് ചെയ്തു. സൗത്ത്, സെൻട്രൽ, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് 1 or 2 സോണിനെ മാത്രം സാമ്പിളായിട്ട് എടുത്തു. ഫസ്റ്റ് സ്റ്റേജിൽ 5 സോണിൽ നിന്ന് 2 സോണിനെ സാമ്പിളായിട്ട് എടുത്തു. ഇനി ആ സോണില്
കാര്യങ്ങൾ മാത്രം പിന്നീട് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ആ സോണിലുള്ള സ്റ്റേറ്റുകളുടെ എല്ലാം കൂടെ പേര് എഴുതിയിട്ട് നറുക്കിട്ടു. ഓരോ സോണിൽ നിന്നും ഒരു 3 സ്റ്റേറ്റിന് വീതം സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ സാമ്പിൾ ആയിട്ട് എടുക്കും. ആ സ്റ്റേറ്റുകളിലെ ജില്ലകളെ മാത്രം നമ്മൾ എഴുതിയിട്ട് അതിനകത്തുനിന്ന് ഒരു 5 ജില്ലകളെ വീതം മാത്രം നമ്മൾ സാമ്പിൾ ആയിട്ട് തേർഡ് സ്റ്റേജിൽ എടുക്കും. ആ ജില്ലകളിൽ ഉള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ് അതിന്റെ സോഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് റാൻഡം ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകളെ നമ്മൾ അവസാനമായിട്ട് സാമ്പിൾ ആയിട്ട് എടുക്കും. റാൻഡം സാമ്പിളിംഗ് തന്നെയാണ്, പക്ഷേ ഡിഫറെന്റ് സ്റ്റേജസിലായിട്ടാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ പ്രധാനമായിട്ട് വരുന്ന ടൈപ്സ് ആണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അതിനെ തന്നെ പല പേരിൽ ആക്സിഡന്റൽ സാമ്പിളിംഗ്, ഓപ്പർച്യൂണിറ്റി സാമ്പിളിംഗ് എന്നൊക്കെ പറയാറുണ്ട്. So the selection of items from population to sample is simply based on convenience of the researcher. ഞാൻ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എന്റെ മുമ്പിൽ വന്ന് പെടുന്ന അല്ലെങ്കിൽ എനിക്ക് കൺവീനിയന്റ് ആയിട്ട് കിട്ടുന്നവരെയൊക്കെ എന്റെ സാമ്പിൾ എടുക്കുന്നു. ദാറ്റ് ഇസ് കൺവീനിയൻസ് സാമ്പിളിംഗ്. അല്ലെങ്കിൽ ബൈ ആക്സിഡന്റ് അവർ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടത് കൊണ്ടാണ് അവരെ നമ്മുടെ സാമ്പിൾ ആയിട്ട് മാറ്റിയത്. ദാറ്റ് ഇസ് കൺവീനിയൻസ് സാമ്പിളിംഗ് ഓർ ആക്സിഡന്റൽ സാമ്പിളിംഗ്. ഇവിടെ റെപ്രസെന്റേറ്റീവ്നെസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. Therefore, to ensure representativeness, നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ സ്റ്റഡിയുടെ പേർപ്പസ് മനസ്സിൽ വെച്ചുകൊണ്ട് ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ ജഡ്ജ്മെന്റ് ഓഫ് ദ റിസർച്ചർ അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെന്റ് ബേസ് ചെയ്ത് സ്റ്റഡിയുടെ പേർപ്പസിനെ ബേസ് ചെയ്തിട്ട് ഐറ്റംസിനെ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിലേക്ക് സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ജഡ്ജ്മെന്റ് ഓർ പർപ്പസീവ് സാമ്പിളിംഗ്. അഗെയിൻ പോപ്പുലേഷനിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ട സാമ്പിളിംഗിലേക്ക് പോകും. അതായത് ആദ്യം പോപ്പുലേഷനെ നമ്മൾ പല 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 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ജോലി ഉള്ളവരെ ഇല്ല, ആ ജോലി ഉള്ളവരിൽ തന്നെ ഗവൺമെന്റ് സെക്ടറിലെ പ്രൈവറ്റ് സെക്ടറിലെ ജോലിയുള്ളവർ അല്ലെങ്കിൽ സ്വയം തൊഴിൽ നേടിയിട്ടുള്ളവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഗ്രാജുവേറ്റ്സ്, അണ്ടർ ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചു. ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സാമ്പിളിലേക്ക് ഇതിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും എത്ര പേര് വീതം വരണം, at first we fix some quota. റെപ്രസെന്റേറ്റീവ്നെസ് എത്ര വേണം എന്നുള്ളതിന് ചില കോട്ട നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് കോട്ട ഓൺലി വി സിലക്ട് സാമ്പിൾ ബേസ്ഡ് ഓൺ കൺവീനിയൻസ് ഓർ ജഡ്ജ്മെന്റ് നമ്മൾ ഐറ്റംസിനെ സെലക്ട് ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ സ്വന്തമായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർവ്യൂവേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ ഇന്റർവ്യൂവേഴ്സിന് കോട്ട അസൈൻ ചെയ്ത് കൊടുത്തിട്ട് അവർ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് കോട്ട സാമ്പിളിംഗ്. എക്സ്പേർട്ട് സാമ്പിളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ വരുമ്പോഴത്തേക്ക് എക്സ്പേർട്സിനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സജഷൻ വെച്ചിട്ട് സാമ്പിളിലേക്ക് ഐറ്റംസിനെ സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എക്സ്പേർട്ട് സാമ്പിളിംഗ്. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് അല്ലെ. മഞ്ഞ് പെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ് ഉണ്ടാക്കി വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ബോളിന്റെ ഷേപ്പ്, കുറച്ച് മഞ്ഞ് എടുത്ത് ഉരുട്ടി നമ്മളൊരു ബോളിന്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചാൽ അതിന് മുകളിലേക്ക് പിന്നീട് ഇങ്ങനെ മഞ്ഞ് പെയ്ത് അത് വലുതായി 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 വരും. ലൈക്ക് ദാറ്റ് നമുക്ക് നമ്മുടെ പോപ്പുലേഷനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല, ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരെ കുറിച്ച് മാത്രമേ അറിയാവുള്ളൂ. സോ വി അപ്രോച്ച് അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ്, വി അപ്രോച്ച് ദാറ്റ് പേഴ്സൺ ആൻഡ് വി വിൽ കളക്ട് ഇൻഫർമേഷൻ ഫ്രം ദം ആൻഡ് ദേ വിൽ ഡയറക്ട് us to some other persons. കാരണം അവർക്കറിയാം, അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളെ കുറിച്ച് അറിയാം. ഫോർ എക്സാമ്പിൾ HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഒരു പഠനം നടത്താൻ പോകുന്നത്, we don't know the exact list of HIV positive patients and the government is also not ready to reveal the total list of HIV positive patients in your area and all. We know one person and we approach that person and genuine ആയിട്ട് നമ്മുടെ സ്റ്റഡിയുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു and we will maintain secrecy എന്നുള്ളത് അവർക്ക് എൻഷുർ ചെയ്ത് കൊടുത്തു. And they know that because they have some consortiums in the district wise. പ്രത്യാശ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കറിയാം. അതുകൊണ്ട് അവർ നമ്മളെ രണ്ടുപേരുടെ അടുത്തേക്ക് വിട്ടു. അവരെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് നമ്മളെ ആ രണ്ടുപേരുടെ അടുത്തേക്ക് വിട്ടത്. അപ്പൊ നമ്മുടെ സാമ്പിളിൽ നമ്മൾ ആദ്യം കണ്ട ഒരാളും പിന്നത്തെ രണ്ടുപേരും കൂടെ ആയി. ആ രണ്ടുപേര് നമ്മളെ 4 പേരുടെ അടുത്തേക്ക് വിട്ടു. അങ്ങനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ the sample is growing like a snowball. That is what is called snowball sampling. Okay, that's all about types of sampling.